കേറി സഞ്ചരിച്ച ബസ് മുതൽ പറത്തിവിട്ട പ്രാവ് വരെ താഴെ വീണ് ചത്തുപോയ ചരിത്രമേ ഉള്ളൂ. അല്ലെങ്കിലും ഭൂതം തൂറിയ വണ്ടി കൊണ്ട് വേറെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. എന്തൊരു മാമാ ചുമ്മാ എടാ ചെറുക്കാൻ ഞാൻ കിളിപ്പിള്ളയ്ക്ക് ഓതും പോലെ നിൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടില്ലടാ, വല്ലപ്പോഴുമെങ്കിലും പല്ല് തേക്കണമെന്ന്. കൃത്യമായിട്ട് ആ പല്ല് തേച്ചിരുന്നെങ്കിൽ ഇപ്പം ഡോക്ടറെ അടുത്ത് പോയി നിൻ്റെ ഈ അണവായിലെ പല്ല് എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന. പിന്നെ 2 വർഷത്തേക്ക് ആരടുത്തും വാറന്ന് സംസാരിക്കരുത്. വായിക്കകത്ത് നീര് വരും. പിന്നെ നീര് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ദേശാഭിമാനി പത്രം കയ്യിൽ വച്ചേക്കണം. വായിക്കകത്ത് ചുരുട്ടി കയറ്റി 10 മിനിറ്റ് ഇരുന്ന ആ നീരങ്ങ് പോകുമെന്നാണ് പറയുന്നത്. എടാ ചെറുക്ക, ഇതിനിടയ്ക്ക് ആ ലിഫ്റ്റിൽ കുടുങ്ങിയവൻ ദേശാഭിമാനി പത്രം കയ്യിലിരുന്നുകൊണ്ടാണ് അവൻ്റെ ജീവൻ രക്ഷപ്പെട്ടതെന്ന്. അതുകൊണ്ട് മറക്കാതെ എപ്പോഴും ദേശാഭിമാനി പത്രം കയ്യിൽ വെച്ചോളണം. വേദന വന്നാൽ ഓടാൻ വായിക്കകത്ത് കയറ്റിക്കൊള്ളണം. എനിക്ക് പിന്നെ വാട്ടർ ടാങ്കിൽ ഒരു ചോർച്ചയാടാ. ആ ചോർച്ച ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഇന്നലെ ഒരു പെങ്കൊച്ച് വന്ന് വാട്ടർ ടാങ്കിൻ്റെ കുറച്ച് കാര്യം പറഞ്ഞ്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, മന്ത്രിമാര് സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച നവകേരള ബസ് ഇപ്പൊ വെറുതെ ഇരിക്കുകയാണത്രേ. അതിനിപ്പം മാമ എന്തരിയാ മക്കളെ? അതിനകത്ത് കേറാൻ ആളില്ല, അതുകൊണ്ട് യാത്ര മുടങ്ങിയ ഒരു സൈഡിൽ വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓ അത് ഞാനും അറിഞ്ഞേ. ഇനി ആ ബസിന്റെ കാര്യത്തിൽ ശരിക്കും ഒരു കാര്യം ചെയ്യാനുള്ളൂ. അത് ശരി തന്നെ. നമ്മളെ മന്ത്രി ശിവൻകുട്ടി വിചാരിച്ച ആ ബസ്സിനെ കൊണ്ടുപോയി ഏതെങ്കിലും ഹെഡ് മാസ്റ്ററെ മുറിയാക്കാം. അതിന്റെ മുകളില് 500 ലിറ്റർ കപ്പാസിറ്റി ഉള്ള 4 വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്യാം. അയ്യോ അതെന്തരം നൊട്ടിക്കേ. ഇപ്പൊ ഉള്ളത് കൂടാതെ കുറച്ച് ബാത്റൂമും കൂടി അതിന്റെ അകത്ത് സെറ്റ് ചെയ്യാം. അത്യാവശ്യം അതിനകത്തൊരു ബാത്റൂം ഉണ്ടല്ലോ മകളെ. എന്നിട്ട് എറണാകുളം KSRTC സ്റ്റാൻഡിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് കട്ടപ്പുറത്ത് അങ്ങ് കയറ്റി വെക്കാം. ഈ കട്ടപ്പുറത്ത് കയറ്റി വയ്ക്കാനെ കൊണ്ട് വാട്ടർ ടാങ്കും കക്കൂസും ഒക്കെ എന്തായിരുന്നേ അത് പറ. ലേഡീസ് ഓൺലി എന്ന് എഴുതി വെച്ചാൽ ഇച്ചിലൂടെ നല്ലതായിരിക്കും. നമുക്കാണല്ലോ പൊതു ശൗചാലയങ്ങൾ ഇല്ലാത്തത്. അങ്ങനെയൊന്നും പറയരുത്, മുഖ്യം പോയ വണ്ടിയാണ്. ഒരു 20-25 രൂപ ഈടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതും ശരിയാണ്. ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പ്രസവവും, ഒന്ന് തൂറലും. എന്തെങ്കിലും പ്രയോജനം ഇനിയെങ്കിലും അതുകൊണ്ടുണ്ടാവും. എനിക്ക് തോന്നണില്ല. അതിനകത്തിരുന്ന നേരാമണ്ണ മലം പോവോ? അതിന്റെ രാശി അങ്ങനെയാണ്. മക്കള് പെയ്യല്ലേ കള്ളി പെണ്ണേ. അല്ലെങ്കിലും ഭൂതം തൂറിയ വണ്ടി കൊണ്ട് വേറെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ കൃത്യമായിട്ട് പറയാനായിട്ട് എന്തെങ്കിലും അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടാ? പറ മാമൻ കേക്കട്ടെ. കേറി സഞ്ചരിച്ച ബസ് മുതൽ പറത്തിവിട്ട പ്രാവ് വരെ താഴെ വീണ് ചത്തുപോയ ചരിത്രമേ ഉള്ളൂ. കഴിഞ്ഞ 7-8 വർഷക്കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നതേ ഉള്ളൂ. അവരും ചത്ത് തന്നെ ജീവിക്കുന്നത്. ഇങ്ങരടയില് യാത് വാ